ടു ജെറാനാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ നല്ലൊരു ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ കയ്യിൽ മാവൊന്നും പറ്റാതെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ കൂടെ നല്ലൊരു കറിയും. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇവിടെ ഞാൻ നിറപ്പറയുടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ മേജറിൻ്റെ എടുക്കും, ഇതിൻ്റെ എടുക്കും, ബ്രാഹ്മിൻസിൻ്റെ എടുക്കും. ഏതെങ്കിലും കിട്ടുന്ന ഏതാണെന്ന് വെച്ചാൽ ഇത് മൂന്നും എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. വറുക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ വറുക്കണം. ഇതിൻ്റെ ആ പച്ച മണമൊക്കെ മാറണം. നല്ല വറുത്ത ഒരു പൊടി തന്നെ വേണം. അതിന് കുറച്ച് ഇങ്ങനെ സ്റ്റീമൊക്കെ വരുമല്ലോ, അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതേസമയം നമുക്ക് കുറച്ച് വെള്ളവും കൂടി തിളപ്പിക്കണം. നല്ല തിളച്ച് കിടക്കണം വെള്ളം. ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം തിളപ്പിച്ച് വെക്കണ്ട, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എന്നാലേ നമുക്ക് നല്ല ഇതായിട്ട് ഇതൊന്ന് വെന്ത പോലെ കിട്ടുള്ളൂ. നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുമല്ലോ, സാധാരണ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ അതിന് പകരം നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചും ചെയ്യാം. സ്വല്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുടെ ഒരു ഇത് ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ എല്ലാം ഇതിപ്പോൾ എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ 1 കപ്പ് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ഞാൻ ഉപയോഗിച്ച പൊടിക്ക് അത്രയും വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെടുക്കുന്ന പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിരിക്കും. എപ്പോഴും അല്പമായിട്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസിൽ നിന്ന് തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് പൊടി ഇടാതെ തന്നെ നമുക്ക് വെള്ളം എടുത്ത് ഈ പൊടിയിലിട്ടിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഏത് എണ്ണ ചേർത്താലും മതി. വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ചേർത്തത്. ഇനി നമുക്ക് ഈ എണ്ണയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ബലം കൊടുത്ത് തന്നെ മിക്സ് ചെയ്യണം, നല്ല എല്ലായിടത്തും പെരളുള്ളൂ. ഇനി നമുക്ക് ഒരു തുണി, ഇതുപോലെ ഒരു തുണി ഒന്ന് നനച്ചിട്ട് നല്ല പിഴിഞ്ഞെടുക്കുക തുണി. എന്നിട്ട് ഇതുപോലെ ഈ ചൂട് മാവ് ഈ ഒരു തുണിയിലേക്ക് മാറ്റിക്കൊടുക്കാം. നമുക്കിത് നേരിട്ട് കുഴയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ മാവ് പറ്റുകയില്ല, നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനൊരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാനും പറ്റും, എന്നാൽ കയ്യിൽ പറ്റുകയില്ല. അപ്പോൾ ആ സമയം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് അതവിടെ ഒന്ന് അടച്ചു വയ്ക്കാം ചൂടോടെ തന്നെ. ആ സമയം കൊണ്ട് ഇഡ്ഡലി തട്ടിലൊക്കെ എണ്ണ പുരട്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കറി തയ്യാറാക്കുന്നെങ്കിൽ അതും കൂടി തയ്യാറാക്കാം. വെജിറ്റബിൾ ടൊമാറ്റോ കുറുമയായിരിക്കും ഇതിൽ നല്ലൊരു കോമ്പിനേഷൻ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ടൊമാറ്റോ കുറുമ തന്നെ ആയിരിക്കും. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഈ മാവ് നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഈ മാവ് കയ്യിൽ ഒട്ടാത്ത ഒരു സ്റ്റേജ് ആയിരിക്കും. ഒട്ടുന്നുണ്ടെങ്കിൽ മാവ് കറക്റ്റായിട്ടില്ല. ഒട്ടാത്ത സ്റ്റേജിൽ വേണം നമ്മൾ കുഴച്ചെടുത്ത് വയ്ക്കാനായിട്ട്. ഇനി ഈ സേവനാഴിക്കകത്തും എണ്ണ പുരട്ടിയതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പ്രസ് ചെയ്യുന്ന ഒരു സേവനാഴിയാണെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണുള്ളത്, ഞാനിതിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും എണ്ണ ഇല്ലാതെ നോക്കുക, അല്ലെങ്കിൽ സ്ലിപ്പായി പോവും. അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഴണം. ഇത് പൊടിഞ്ഞാണ് വീഴുന്നതെങ്കിൽ, ഈ ഒരു നൂല് ഇങ്ങനെ പൊടിഞ്ഞാണ് വീഴുന്നതെങ്കിൽ നമ്മൾ എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒട്ടും കറക്റ്റല്ല. നമുക്ക് ഇടിയപ്പം കറക്റ്റായിട്ട് കിട്ടാനും പോണില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല നൂല് പോലെ വീഴുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടാൻ പോകുന്ന ഇടിയപ്പം നല്ല ഇടിയപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാവൊക്കെ ഇട്ട് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുഴച്ചെടുക്കുക. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കുറച്ചുകൂടെ കട്ടിയായിട്ട് എടുക്കുക വെള്ളം കൂടി പോവുകയാണെങ്കിൽ. ഇനി ഇത് നമ്മളൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് കുക്കറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, വെയിറ്റൊന്നും ഇടണ്ട. അല്ലാതെ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്.
അപ്പം ഞാനിതിൽ തേങ്ങ ഇല്ലാത്ത ഇടിയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഞാൻ ഉണ്ടാക്കാം, ഇതിപ്പോൾ സെർവ് ചെയ്യാൻ പോകുന്നൊരു കറിയുണ്ട്, അത് തേങ്ങ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തേങ്ങ ഇല്ലാതെ തന്നെ എടുത്തത്. ഇപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇടിയപ്പം കിട്ടിയിരിക്കുന്നതെന്ന്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് മാവ് കുഴയ്ക്കാൻ ചെയ്യാം. നമ്മുടെ കയ്യിൽ പറ്റുകയില്ല, കൈ പൊള്ളുകയില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക. തുണിയിൽ പൊതിഞ്ഞിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ തവി കൊണ്ട് കുഴച്ചെടുക്കുന്നതിനേക്കാളും ഇഫക്റ്റീവായിരിക്കും നമ്മൾ കൈ കൊണ്ടും കൂടി ഒന്ന് കുഴച്ചെടുക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറി. ഇത് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയതാണ്. ഇത് തിളച്ചുകൊണ്ടിരുന്ന ശർക്കര പാനിയാണ്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണിത് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു ചെറിയ കപ്പിൻ്റെ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ വേണമെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉടനെ അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതിപ്പം എല്ലാം നല്ല ചൂടായതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഏലക്കാപ്പൊടി ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മധുരമുള്ള ഈ തേങ്ങാപ്പാലും പിന്നെ ഈ ഇടിയപ്പവും. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, വലിയവർക്കും കഴിക്കാം. കാരണം ശർക്കരയാണല്ലോ, അത് അൺഹെൽത്തി ഒന്നുമല്ല ശർക്കര, പഞ്ചസാരയുടെ അത്രയും ഒന്നുമല്ല. അത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പവും ഇതുപോലെ കോക്കനട്ട് മിൽക്കിൻ്റെ ഈ ഒരു മിക്സും കൂടി എടുത്ത് കഴിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ സാധാരണ നമ്മൾ എരിവുള്ള കറിയൊക്കെ കൂട്ടിയിട്ടാണല്ലോ ഈ ഇടിയപ്പം നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഫീഡ്ബാക്ക് തരിക. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഈസി ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.